ഇച്ചായ, നിന്നെ ഞാനും വരുന്നു. ഹിമ വേഗം കാറിലേക്ക് കയറി. അപ്പോഴേക്കും അന്നമ്മ പുറത്തേക്ക് വന്നു. അമ്മച്ചി, ഞാൻ ഹിമയെ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അന്നമ്മയോട് വിളിച്ചു പറഞ്ഞ് അലക്സ് കാറിലേക്ക് കയറി. വിരലുകൾ നിവർത്തിയും മടക്കിയിരിക്കുകയാണ് ഹിമ. നീ ഇങ്ങനെ പേടിക്കാനൊന്നും ഇല്ല കൊച്ചേ, അവളെ നോക്കിക്കൊണ്ട് അലക്സ് പറഞ്ഞു. അതിന് മറുപടി എന്നോണം ഹിമ അലക്സിനെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. ഒന്ന് വേഗം പോയിച്ചായ, ഹിമ ധൃതി വെച്ചു. ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തിയപ്പോഴേക്കും ഹിമ ഇറങ്ങി. അലക്സ് ചായ, പാർക്ക് ചെയ്തിട്ട് വന്നോ, ഞാൻ പൊക്കോളാം. അത്രയും പറഞ്ഞ് അലക്സിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഹിമ അകത്തേക്ക് കയറി. കാഷ്വാലിറ്റിയിലേക്കാണ് ആദ്യം പോയത്. അങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു അലോഷിയെ. ഒരു നിമിഷം ഹിമ തറഞ്ഞങ്ങനെ നിന്നുപോയി. ഈ കുറച്ച് നിമിഷം കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിരുന്നു പാവം. സത്യത്തിൽ ഇപ്പോഴാണ് അലോഷിയെ തന്നെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്ന് ഹിമയ്ക്ക് മനസ്സിലായത്. അവനില്ലാതെ തൻ്റെ ലോകം തികച്ചും ശൂന്യമാണെന്ന് അപ്പോഴാണ് അവൾക്ക് ബോധ്യം വന്നത്. ഒറ്റ നോട്ടത്തിൽ അലോഷിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നെറ്റിയിൽ ഒരു മുറിവുണ്ട്, പിന്നെ കയ്യിലും കാലിലും ചെറിയ പരിക്കേ ഉള്ളൂ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത്. തനിക്ക് നഷ്ടമായി എന്ന് ഒരു നിമിഷമെങ്കിലും കരുതിയതാണ്. 2 ചുവട് വച്ചപ്പോഴാണ് അവൻ അടുത്തു നിന്ന് സംസാരിക്കുന്നവളെ അവൾ ശ്രദ്ധിച്ചത്. മെറിൻ. നിറഞ്ഞൊഴുകുന്ന കണ്ണ് രണ്ടും കൈപ്പടം കൊണ്ട് തുടച്ചുകൊണ്ട് അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ ആ പ്രവൃത്തി അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അലോഷി പെട്ടെന്നൊന്ന് വേയിച്ചുപോയി. എങ്കിലും തൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്നവളെ അവൻ ചേർത്ത് പിടിക്കാൻ മറന്നില്ല. ഈ കാഴ്ച കണ്ടുകൊണ്ട് തൻ്റെ ജീവനോളം സ്നേഹിക്കുന്ന ഒരുവൾ ഹൃദയം തകർന്ന് ഒരു കൈപ്പാടകലെ നിൽക്കുന്നത് അലോഷിയെ അറിഞ്ഞില്ല. ഇനിയും ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ഹിമ ശരവേഗത്തിൽ പുറത്തേക്ക് പോയി. പുറത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് എതിരെ അലക്സ് വന്നത്. എന്തു പറ്റി മോളെ, അവനെ കണ്ടില്ലേ? കണ്ടു. ഹിമ അലക്സിനെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ തിരിച്ചു പോകുന്നത്? അലക്സ് ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അച്ചാച്ചനിപ്പോൾ എൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് പോകുന്നത്. ഇച്ചായന് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വീട്ടിലാക്ക്, അല്ലെങ്കിൽ ഞാൻ ടാക്സി എടുത്ത് പൊക്കോളാം. എല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അലക്സ്. എന്താ, വരുന്നില്ലേ? ഹിമ തറപ്പിച്ച് നോക്കിയതും വരുന്നെന്ന് തലയാട്ടി അലക്സ് നേരെ ഹിമയ്ക്ക് അടുത്തേക്ക് നടന്നു. കാറിൽ കയറിയെങ്കിലും അലക്സിൻ്റെ ചിന്ത മുഴുവൻ അലോഷിയെക്കുറിച്ചായിരുന്നു. ഹിമയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അലക്സ് ചായ വിഷമിക്കണ്ട, അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഉടനെ വീട്ടിലെത്തിക്കോളും. അത് കേട്ടപ്പോഴാണ് അലക്സിന് സമാധാനമായത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സുസമ്മയും അന്നമ്മയും അവരെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നീ ഇതെവിടാ ഈ കൊച്ചിനെയും കൊണ്ട് പോയത്? സുസമ്മ ചോദിച്ചു. ഓ, ഞങ്ങളൊന്ന് ചുറ്റാൻ പോയതാ സൂസിക്കൊച്ചേ. വിഷമമെല്ലാം മറച്ചു വെച്ച് ഹിമ സുസമ്മയോട് പറഞ്ഞു. ആ വന്നേ, രണ്ടാളും എന്തെങ്കിലും കഴിക്ക്, അന്നമ്മ 2 പേരോടുമായി പറഞ്ഞു. നല്ല ചൂട് പഴംപൊരിയും ചായയും കണ്ടപ്പോഴേ ഹിമയ്ക്ക് കൊതിയായി. ഓടിച്ചെന്ന് ഒരെണ്ണം എടുത്ത് വായിലേക്ക് വച്ചതേയുള്ളൂ. അപ്പോഴേക്കും ഛർദ്ദിക്കാൻ തുടങ്ങി. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെയാണ് അന്നമ്മയ്ക്ക് കാര്യം മനസ്സിലായത്. അന്നമ്മ ഹിമയെ കെട്ടിപ്പിടിച്ചു. നിറകയിൽ ചുംബിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സൂസമ്മേ, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ആ, അലോഷിയെ വിളിച്ച് പറയാം. അല്ലേ വേണ്ട, അത് മോള് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ശാരദാമ്മയെ വിളിച്ച് പറയാം. അന്നമ്മ വേഗം ഫോണെടുത്ത് ശാരദാമ്മയെ വിളിച്ച് പറഞ്ഞു. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയല്ലോ. ആരെയും ഒന്നും അറിയിക്കാതെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചതാ. ഇതിപ്പോൾ ഹിമ ഓർത്തു. മകളുടെ വിശേഷം അറിഞ്ഞപ്പോൾ ശാരദാമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ മുകുന്ദനുമായി പാലയ്ക്കലെത്തി. ഹിമയെ കണ്ടപാടെ ശാരദാമ്മ ഓടി വന്നു. അന്ന ചേച്ചി, ഞാൻ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ? ശാരദ ചോദിച്ചപ്പോൾ അന്നമ്മ ഒന്ന് പരിങ്ങി. അത് ശാരദയെ, അലോഷി വരാതെ എങ്ങനാ? അവനോടൊന്ന് ചോദിക്കാതെ നിനക്ക് പോണോ മോളെ? അന്നമ്മ ഹിമയോട് ചോദിച്ചു. ഞാൻ പൊക്കോട്ടെ അമ്മച്ചി. ഞാൻ പോയാലും അച്ഛൻ ഒന്നും പറയില്ല. വരുമ്പോൾ അമ്മച്ചി പറഞ്ഞാൽ മതി. ഹിമ പറഞ്ഞപ്പോൾ അന്നമ്മയ്ക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. ഡ്രസ്സ് ഓരോന്നും പാക്ക് ചെയ്യുമ്പോൾ ഹിമയുടെ ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി. പക്ഷേ ഇപ്പോൾ ഇതാണ് നല്ലത്. ഞാനിപ്പോൾ പോയാൽ അതും അനുഗ്രഹമാണെന്നേ അച്ഛൻ കരുതൂ. എന്നാലും ഒരു വാക്ക് പറയാതെ എങ്ങനെയാ പോകുന്നത്? എന്തായാലും ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല. അപ്പോൾ അവൾ വേഗം ഒരു പേപ്പർ എടുത്ത് എന്തോ എഴുതി ടേബിളിൽ വെച്ചു. വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി. എത്ര യാത്ര പറഞ്ഞിട്ടും ഹിമയ്ക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഇനി വന്നോണം കേട്ടല്ലോ. വെറുതെ എന്നെക്കൊണ്ട് വടിയെടുപ്പിക്കരുത്, സ്നേഹം നിറഞ്ഞ ശാസനയോടെ അന്നമ്മ പറഞ്ഞു. പക്ഷേ ഹിമയ്ക്ക് അറിയാം തനിക്കിനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന്. സാർ അലോഷിയെ കോൾ ചെയ്യുകയാണ്.
ഹലോ ഇച്ചായ, കൺഗ്രാറ്റ്സ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇപ്പോൾ തന്നെ വന്ന് ഹിമയെ കാണണമെന്നുണ്ട്. പക്ഷേ അബി ഇവിടെ ഇല്ലാതെ പോയി. അത് അത് സാരമില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങ് എത്തിക്കോളാം, സാറ പറഞ്ഞു. എന്തൊക്കെയാ കൊച്ചേ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അലോഷി പറഞ്ഞു. അപ്പോൾ വൈഫിൻ്റെ വിശേഷമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഹിമയ്ക്കെന്താ? കുറച്ച് മുന്നേ കൂടി ഞാൻ കണ്ടതാണല്ലോ. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, അലോഷി പറഞ്ഞു. അയ്യോ എൻ്റെ ഇച്ചായ, നിങ്ങൾ ഇത്ര പൊട്ടനായി പോയല്ലോ. എടോ, താനൊരു അപ്പനാകാൻ പോവുക. സാറയ്ക്ക് ദേഷ്യം വന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ അലോഷി ഒരു നിമിഷം തറഞ്ഞു നിന്നു. എന്താ എന്താ നീ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അലോഷി നിന്ന് വിക്കി. താൻ എന്താ പൊട്ടനാണോ? എടോ, ഹിമ പ്രഗ്നൻ്റ് ആണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സാറ ഫോൺ കട്ട് ചെയ്തു. അലോഷിയുടെ നിൽപ്പ് കണ്ട് മെറിൻ ആകെ പേടിച്ചു പോയി. അലോഷി, എടാ, എന്താടാ, ഹിമയ്ക്ക് എന്താ? മെറിൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഹിമ, അവൾ പ്രഗ്നൻ്റ് ആണ്. അലോഷി ഇപ്പോഴും സാറ പറഞ്ഞ ഷോക്കിൽ തന്നെയാണ്. എടാ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? വേഗം പോകാൻ നോക്കച്ചേക്കാ. ആ കൊച്ചു നിന്നെ നോക്കിയിരിക്കുക, പാവം, മെറിൻ പറഞ്ഞു. ആ ആ ഞാൻ പോകുക. നീ വരുന്നോ? അലോഷി തിരിഞ്ഞ് മെറിനോട് ചോദിച്ചു. ഇപ്പോൾ ഇല്ല, ഞാൻ പിന്നെ വന്നോളാം. നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? മെറിൻ ചോദിച്ചു. ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അലോഷി വേഗം കാറെടുത്ത് പോയി. എത്ര വേഗം ഡ്രൈവ് ചെയ്തിട്ടും എത്താത്തതുപോലെ തോന്നി അവന്. ഇത്രയും വേഗം ഹിമയ്ക്കരികിൽ എത്തണമെന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് കാര്യങ്ങൾ തന്നെ കാത്തിരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ അലോഷി പാലക്കിലെത്തി. എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ഒന്നാമത് അലോഷിക്ക് മുകുന്ദനെ കണ്ണിന് കണ്ടുകൂടാ. ഇപ്പോൾ ഹിമയെ അയാൾ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കുമോ? അന്നമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ചേട്ടത്തെ സമാധാനിക്ക്, സൂസമ്മ പറഞ്ഞു. അതെ അമ്മച്ചി, എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. എന്തായാലും ഇന്നുകൊണ്ട് ലോകം അവസാനിക്കുമൊന്നുമില്ലല്ലോ, അലക്സ് അവരെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും അലോഷി അവിടേക്ക് വന്നിരുന്നു. വന്നപ്പാടെ ആദ്യം തിരിഞ്ഞത് ഹിമയെയാണ്. പക്ഷേ അവിടെ എങ്ങും കണ്ടില്ല. ഇവളിത് എവിടെ പോയതാ? ഓ, റൂമിലാവും. പാവം എൻ്റെ കൊച്ച്. അവന് ഹിമയെക്കുറിച്ച് ഓർത്തപ്പോൾ പാവം തോന്നി.